UDF സ്ഥാനാർത്ഥി ഷിബു തെക്കുംപുറം വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ഡീൻ കുര്യാക്കോസ് MP. ജനദ്രോഹ ഭരണമാണ് ഇടതു സർക്കാർ തുടർന്നു വരുന്നതെന്നും അദ്ദേഹം കോതമംഗലത്ത് ഇലക്ഷൻ പ്രചാരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. കോതമംഗലം നിയമസഭാ മണ്ഡലത്തിൽ നിന്നും UDF സ്ഥാനാർത്ഥി ഷിബു തെക്കുംപുറം വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. UDF സ്ഥാനാർത്ഥിയുടെ നിയോജക മണ്ഡലം പ്രചരണത്തിന്റെ ഉദ്ഘാടനം മിനിപ്പടിയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ ഷിബു തെക്കുംപുറത്തിന് ഒരു അവസരം നൽകുക എന്നുള്ളതാണ്. കാരണം അത് അദ്ദേഹം അർഹിക്കുന്നതാണ്. ജനങ്ങളോട് ഒത്തുനിന്നതിന്റെ പേരിൽ, ജനങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയതിന്റെ പേരിൽ, സാധാരണക്കാരുടെ കണ്ണീരൊപ്പിയതിന്റെ പേരിൽ, ഐക്യ ജനാധിപത്യ മുന്നണി ഈ നാടിന്റെ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തതിന്റെ പേരിൽ ജനങ്ങളോട് ഒത്തുനിന്നുകൊണ്ട് ഒരു പ്രസ്ഥാനമായി, ഒരു മുന്നേറ്റമായി ഐക്യ ജനാധിപത്യ മുന്നണി ഒരു യാഥാർത്ഥ്യമായതിന്റെ പേരിൽ അതിന്റെ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന വ്യക്തിത്വത്തിന്റെ ഉടമ എന്നുള്ള നിലയിൽ പ്രിയപ്പെട്ടവരെ, വരുന്ന 5 വർഷക്കാലത്തേക്ക് കോതമംഗലത്തിന്റെ MLA ആകേണ്ട വ്യക്തി ശ്രീ ഷിബു തെക്കുംപുറമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇനി നമുക്ക് മുൻപിൽ അവശേഷിക്കുന്നത് കേവലം 13 ദിവസങ്ങൾ മാത്രമാണ്. 13ാമത്തെ ദിവസം തെരഞ്ഞെടുപ്പാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നാളുകളിൽ നമ്മൾ അറിയണം, അതായത് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം ഇതുപര്യന്തം നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോൾ ഇത്രയും ചെറിയ ഒരു കാലപരിധിക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കപ്പെടുന്നത് എന്റെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ്. വളരെ കുറച്ചു ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, വളരെ പരിമിതമായ ദിവസം. ബഹുമാനനായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവ് പാണക്കാട് സാദിഖ് അലി തങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിലെ 4 കോടി ജനങ്ങളെ നിത്യദുരിതത്തിലാഴ്ത്തിയ ജനദ്രോഹ ഭരണമാണ് പിണറായി സർക്കാർ തുടർന്നു വരുന്നത്. കോതമംഗലം MLA വികസന കാര്യത്തിൽ വഞ്ചനാപരമായ സമീപനമാണ് സ്വീകരിച്ചത്. തങ്കളം കാക്കനാട് 4-വരിപ്പാത, ചേലാട് അന്താരാഷ്ട്ര സ്റ്റേഡിയം, ഭൂതത്താൻകെട്ട് ജലവൈദ്യുത പദ്ധതി, നിയോജക മണ്ഡലത്തിലെ വിവിധ പാലങ്ങളും റോഡുകളും, വന്യമൃഗശല്യത്തിനെതിരായുള്ള നടപടി, ഇതെല്ലാം പ്രഖ്യാപനത്തിൽ മാത്രം ഒതുക്കി. UDF അധികാരത്തിലെത്തുമ്പോൾ ഇതിനെല്ലാം ശാശ്വതമായി പരിഹാരമുണ്ടാക്കുമെന്ന് ഷിബു തെക്കുംപുറം പറഞ്ഞു. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഉജ്ജ്വല വിജയം ഈ നിയോജക മണ്ഡലത്തിൽ നമുക്ക് ഉണ്ടാക്കണം. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഈ നിയോജക മണ്ഡലം ഈ തെരഞ്ഞെടുപ്പിൽ യാതൊരു സംശയവുമില്ല നമ്മൾ തിരിച്ചു പിടിക്കും. അത്രമാത്രം വലിയ പിന്തുണയും വലിയ സഹകരണവുമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മുടെ നാട് എല്ലാ തരത്തിലും വികസനത്തിന്റെ കാര്യത്തിൽ, കുടുംബക്ഷേമത്തിന്റെ കാര്യത്തിൽ ഒക്കെ പിറകോട്ട് പോയ ഒരു കാലഘട്ടം. നമുക്ക് വികസന മുരടിപ്പിന് സാക്ഷ്യം വഹിക്കാൻ മാത്രമാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി കഴിഞ്ഞത്. ഇതിൽ നിന്ന് കോതമംഗലത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത് ഷിബു തെക്കുംപുറമല്ല, ഐക്യ ജനാധിപത്യ മുന്നണിയാണ്. ആ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുന്നേറ്റം നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കണം. കോതമംഗലം നഗരസഭയിലെയും തൃക്കാരിയൂരിലെയും വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി. UDF നേതാക്കളായ ഷമീർ പനക്കൻ, ബാബു ഏലിയാസ്, KP ബാബു, ഇബ്രാഹിം കവല, PK മൊയ്തു, ബോബൻ ജേക്കബ്, PM സക്കറിയ, അബു മൊയ്തീൻ, MS എൽദോസ്, AT പൗലോസ്, ഭാനുമതി രാജു, പ്രിൻസ് വർക്കി, ബാബു പോൾ, PC ജോർജ്, ജോമി തെക്കേക്കര, മാമച്ചൻ ജോസഫ് ഉൾപ്പെടെ നിരവധി നേതാക്കൾ വിവിധ സ്ഥലങ്ങളിൽ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, Media 60, കോതമംഗലം.